അൻസിന്റെ 57-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, യാ അയ്യുഹന്നാസു ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ വഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. സത്യവിശ്വാസികൾക്ക് സതുപദേശമായി കൊണ്ടും അവരുടെ ഹൃദയത്തിന് ശമനമായി കൊണ്ടും ഖുർആനെ നാം എത്തിച്ചിരിക്കുന്നു എന്നുള്ളത്. വഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ, അത് സത്യവിശ്വാസികൾക്ക് സന്മാർഗവും കാരുണ്യവുമാണെന്ന് ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ വിശുദ്ധ ഖുർആൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ ഏതേത് ഘട്ടങ്ങളിലും അവന് താങ്ങും തണലുമായി, അവന് വഴികാട്ടിയായി, അവന്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ അതിനെ സഹായിക്കുന്ന തരത്തിലുള്ള വചനങ്ങളാണ് നമുക്ക് വിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ കാണിക്കുന്നത്. അല്ലാഹു നിശ്ചയിച്ച സ്വർഗലോകത്ത് വെച്ച് എന്നോടൊപ്പം ചേരുമല്ലോ എന്നുള്ള ആ ഒരു പ്രതീക്ഷയുണ്ടല്ലോ. ആ പ്രതീക്ഷയിലേക്ക് കടന്നു വന്നപ്പോ ഈ മനുഷ്യൻ ആശ്വാസത്തിൻ്റെതായ തലങ്ങളിലേക്ക് കടന്നു വരികയായിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കങ്ങനെ വായിക്കാൻ കഴിയണം ഖുർആൻ. നമ്മളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെ, നമ്മൾ കാണുന്ന ഒരു ലോകം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഞാൻ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നപ്പോൾ പ്രവാസ ലോകത്ത് അനുഭവപ്പെടുന്ന, അല്ലെ, നല്ല ജോലിയിൽ ജീവിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പിരിച്ചുവിടലുണ്ടാവുന്നത്. കച്ചവടം നല്ല ഹൈറായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് പെട്ടെന്ന് പ്രതിസന്ധി കടന്നു വരിക. ജീവിതത്തിൽ ഒപ്പം നിന്നവർ, താങ്ങായി നിന്നവരാണ്, അല്ലെങ്കിൽ എപ്പോഴും കൂടെ ഉണ്ടെന്ന് ആഗ്രഹിച്ചവരാണ് ഒരു നാൾ പെട്ടെന്ന് നമ്മളിൽ നിന്ന് തിരിഞ്ഞു പോവുക. അവിടെ നമ്മൾ പതറിപ്പോകരുത് എന്നുള്ളതാണ്. അവിടെ നമ്മൾ തളർന്നു പോകരുത് എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ അത്തരം ഒരു പ്രതിസന്ധി ഘട്ടം നമ്മളിലേക്ക് വന്നാൽ നമ്മളുടെ ജീവിതത്തിലേക്ക് ഏതായത്തുകൾ കടന്നു വരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു പ്രതിസന്ധി ജീവിതത്തിൽ, പെട്ടെന്നൊരു പ്രയാസത്തിൽ, പ്രതിസന്ധിയിൽ അകപ്പെട്ടു. വിശുദ്ധ ഖുർആൻ എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് 2-ാം അധ്യായത്തിന്റെ 155, 156, 157 വചനങ്ങൾ പാരായണം ചെയ്യാൻ കഴിയണം. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനക്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ അല്ലദീന ഇദാ അസാബതുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ എന്ന് പറയുന്ന ഖുർആനിന്റെ 3 ആയത്തുകൾ, അല്ലേ, കുറച്ചൊക്കെ ഭയം, പട്ടിണി, അതുപോലെ തന്നെ വിഭവനഷ്ടം, ആൾനഷ്ടം, ധനനഷ്ടം എന്തെങ്കിലും കൊണ്ടൊക്കെ നിങ്ങൾ അല്ലാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന്. പരീക്ഷിക്കുന്നല്ല പറഞ്ഞത്, പരീക്ഷിക്കുന്ന പറഞ്ഞ അല്ലാഹു നിർത്തിയില്ല, പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളെ നമ്മൾ നേരിടേണ്ടി വരും എന്ന് തന്നെയാണ്. എന്നും ജീവിതത്തിൽ സുഖങ്ങൾ മാത്രമായിരിക്കില്ല, മറിച്ച് ഇത്തരം പരീക്ഷണ ഘട്ടങ്ങൾ വരും. അവിടെ ക്ഷമ അവലംബിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അവിടെ ക്ഷമിക്കാൻ കഴിയണം. എന്റെ ഖുർആൻ എന്നെ പഠിപ്പിക്കുന്നത് ക്ഷമയുടെ പാഠമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, വല്ല ആപത്ത്. ഇതല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ജീവിതത്തെ ഒന്ന് പരിഗണിക്കുക. തുടക്കം കളികൾ മാത്രമാണ്, എല്ലാം കളിയാണ്. ഭക്ഷണം കഴിക്കുമ്പോഴും ഉമ്മ കളിപ്പിച്ചാണ് അവനെ വിളിക്കുക. അവനെല്ലാം കളികളാണ്. അവന് കളിയിൽ വളരെ അഭിരമിച്ചുകൊണ്ട് ജീവിക്കുന്നു. കുറച്ചുകൂടി ഒന്ന് വലുതാകുമ്പോൾ ലഹുവിൽ പിന്നെയുള്ളത് എന്താണെന്നറിയോ? വിനോദമാണ്, അല്ലേ? കുറച്ചുകൂടി കഴിയുമ്പോൾ അവൻ്റെതായ വിനോദങ്ങളിൽ, അവളുടേതായ വിനോദങ്ങളിൽ അവനിങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കും. പിന്നെയുള്ളത് സീനത്തുൻ എന്നാണ്. പിന്നെയുള്ളത് എന്താ അറിയോ? നമ്മൾ കുറച്ചുകൂടി ഒന്ന് ടീനേജിലേക്ക് എത്തുമ്പോഴുള്ള ഒരു അലങ്കാരം, അത് നിങ്ങളെ ഞാൻ പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്ക് ടീനേജിലുള്ള മക്കളുണ്ട് എങ്കിൽ അവർ ഒന്ന് ഒരുങ്ങി പുറപ്പെടാൻ എത്ര നേരം കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കണം? എന്തെല്ലാം ഒരുക്കങ്ങൾ അവർക്കുണ്ടാവണം. അവരുടെ ചുണ്ടൊന്ന് ചോപ്പിക്കണം, കണ്ണൊന്ന് ശരിയാക്കണം, പുരികമൊന്ന് വരച്ചുണ്ടാക്കണം, അല്ലേ? എന്നിട്ടേ അവരറിഞ്ഞുള്ളൂ. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ എടുക്കും ചിലപ്പോൾ. സീനത്താണ്, അല്ലേ? അങ്ങനെ അലങ്കാരങ്ങൾ. പിന്നെ കുറച്ചുകൂടി അങ്ങ് വലുതാകുമ്പോൾ പിന്നെ തഫാഖുറുമ്പൈനക്കുന്നാണ്, പരസ്പരം പെരുമ നടിക്കലാണ്. പിന്നെ നമ്മളെ കുറിച്ച് പറയും, എനിക്ക് ഇന്നതൊക്കെ ഉണ്ട്, ഞാൻ ഇത്ര വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്, എനിക്ക് ഇന്ന സമ്പത്തുണ്ട്, ഞാൻ ഇന്ന നേട്ടങ്ങളാണ്, എനിക്ക് ഇന്ന ജോലിയാണ്, എനിക്ക് ഇന്ന നേട്ടങ്ങൾ എന്റേതായിട്ടുണ്ട് എന്ന് പറയുന്ന തഫാഖുറുമ്പൈനക്കും നിങ്ങൾക്കിടയിൽ പരസ്പരം പെരുമ നടിക്കുകയാണ്. ഞാനൊന്നും വിശദീകരിക്കുന്നത്, ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയി. എൻ്റെ മകൻ ഇന്നിടത്താണ് പഠിക്കുന്നത്, മകൾ ഇന്ന ജോലിയാണ് ചെയ്യുന്നത്, ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, ബിസിനസ്മാനാണ്, അങ്ങനെ പല തരത്തിലുള്ള അവരെ കുറിച്ച് പറയാൻ എന്ന് പറഞ്ഞാൽ ഇനി എന്നെ കുറിച്ച് പറഞ്ഞാൽ കേൾക്കാൻ ആളുണ്ടാവില്ല. ഇനി എന്നെ കുറിച്ച് പറഞ്ഞാൽ കേൾക്കാൻ ആളുകൾ ഉണ്ടാവില്ല. പിന്നെന്താ? മക്കളെ കുറിച്ച് പറയണം, ഞാൻ ഉണ്ടാക്കി വെച്ച സമ്പത്തിനെ കുറിച്ച് പറയണം, ഏക്കർ കണക്കിന് സ്ഥലങ്ങളെ കുറിച്ച്, ഞാൻ ഉണ്ടാക്കിയെടുത്ത ബിൽഡിങ്ങിനെ കുറിച്ച്, എന്റെ മണിമന്ദിരം പോലെയുള്ള വീട്ടിനെ കുറിച്ച്, എന്റെ വീട്ടിന്റെ പോർച്ചിൽ നിൽക്കുന്ന കാറിനെ കുറിച്ച്, ആ കാറിന്റെ വിലയെയും വലുപ്പത്തെയും കുറിച്ച്, അങ്ങനെ ഒരുപാട് പറയാനുണ്ടാവൂലേ?
ആയിക്കോട്ടെ, അതൊന്നും പറയുന്നതിൽ വലിയ കുറ്റമൊന്നും കാണേണ്ടതില്ല. പക്ഷേ അതിനു മാത്രം ഇങ്ങനെ ഓരോ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും കഴിഞ്ഞു കടന്നു പോകുമ്പോൾ അതിന് മാത്രമായി പോകുന്ന ഒരു അവസ്ഥയെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അത് ഏതുപോലെയെന്നറിയുമോ? കുഫാർ എന്ന് ഖുർആൻ അവിടെ പറഞ്ഞത് കർഷകരെ കുറിച്ചാണ്. ഒരു കർഷകൻ, അയാൾ വിത്തിറക്കുന്നു, അയാൾ അതിന് വെള്ളം നനയ്ക്കുന്നു, അയാൾ അതിനെ പരിചരിക്കുന്നു, അതിന് വളമിടുന്നു, അതിന്റെ ഓരോ വളർച്ചയും അയാൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ആ വളർച്ചയിൽ അയാൾ അവസാനം അയാൾക്ക് കിട്ടുന്ന കായ്കനികൾ ഉണ്ടല്ലോ, ആ കായ്കനികൾ ഒരു അതിശക്തമായ മഴ പെയ്ത് ആ മഴയിൽ നിന്ന് ഇതൊക്കെ ഒന്ന് തഴച്ചു വളർന്ന് ആവശ്യത്തിലധികം അതിങ്ങനെ ലഭിക്കുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന ഒരു അത്ഭുതത്തെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. പിന്നെ എന്ത് സംഭവിക്കും? എത്ര വലിയ ഏതെല്ലാം അർത്ഥത്തിൽ ഉണ്ടാക്കിയെടുത്ത കായ്കനികളായിരുന്നാലും ഫലവൃക്ഷങ്ങളായിരുന്നാലും പിന്നെ അതിങ്ങനെ മഞ്ഞളിച്ച്, പിന്നെ അത് ഉണങ്ങി കുനിഞ്ഞു മറിഞ്ഞ് അവസാനം അത് ഭൂമിയിലേക്ക് അങ്ങ് ആപതിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടാകും. ഇത്രയേ ഉള്ളൂ. ഈ ജീവിതത്തെ ഗൗരവബോധമുള്ളതാക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. തുടർന്ന് അള്ളാഹു പറയുന്നുണ്ട്, പിന്നെ അള്ളാഹു ബോധ്യപ്പെടുത്താണ് ഇതാണ് ജീവിതം. എന്നിട്ട് അള്ളാഹു പറയുന്നു, പരലോകത്ത് നിങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്, കഠിനതരമായ ശിക്ഷയുണ്ട് പരലോകത്ത് എന്നാണ്. അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തും അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തിയും നിങ്ങൾക്ക് ഏത് വേണം? നിങ്ങൾക്ക് ഈ തന്ന ജീവിതത്തിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷ വേണമോ അതോ അള്ളാഹുവിന്റെ തൃപ്തി വേണമോ എന്ന് തീരുമാനിക്കേണ്ടത് ആരാ? നമ്മളാണ്. എങ്കിൽ അത്തരത്തിൽ ആ ഖുർആനിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു തർബീയത്തിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുമോ ഒന്നാമത്തെ ചിന്താ വിഷയം. കാണുന്ന ജീവിതം, ഈ കാണുന്ന ഐഹിക വിഭവങ്ങളൊക്കെ വഞ്ചനയുടെ ചരക്കുകളാണ് എന്നൊരു ബോധ്യപ്പെടുത്തരുത്. അതിലിങ്ങനെ വീട് പോയാൽ സമ്പത്തുണ്ടാക്കേണ്ടേ വേണം, സ്വാധീനങ്ങൾ ആവശ്യമില്ലേ? ഉണ്ട്. നല്ല വീട്, നല്ല വാഹനം, അല്ലെ? എന്തെല്ലാം ഉണ്ടാക്കാൻ ഒരു വിശ്വാസിക്ക് എത്രയൊക്കെ സമ്പാദിക്കാനാകുമോ ഒരു കുഴപ്പമില്ല. ഇസ്ലാമിൽ ഒരു സൂഫിയായി പോകാനൊന്നല്ലേ പറയുന്നതിനർത്ഥം. പക്ഷേ അവിടെയൊക്കെ നമ്മളെ ഓരോ രംഗത്തും ചതിച്ചു കളയുന്ന, അല്ലെങ്കിൽ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന, നമ്മുടെ ജീവിതത്തിന്റെ ബാധ്യതയെ ബോധ്യപ്പെടുന്നിടത്ത് എവിടെയെങ്കിലും നമ്മളെ ഒന്ന് പിന്നാക്കം കൊണ്ടുപോകുന്ന ഒരു ചിന്താഗതിയോ ഒരു പ്രവർത്തനമോ എന്തെങ്കിലും വന്നു പോകുമോ എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. അപ്പോ ജീവിതത്തെക്കുറിച്ച് അങ്ങനെ ഒരു ബോധമുണ്ടാകണം. സമ്പത്ത്, നമ്മൾ അടുത്ത കാലത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, കേരളത്തിൽ ഒരു നല്ല ഡോക്ടർ എന്ന് പറഞ്ഞാൽ അയാൾ ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിച്ചിട്ടുള്ള ഒരു കാർഡിയോളജിസ്റ്റാണ്. ആ കാർഡിയോളജിസ്റ്റ് അയാൾ ആത്മഹത്യ ചെയ്യുകയാണ്. എന്താണ് കാരണമെന്നറിയുമോ? ഇവരുടെയൊക്കെ ജീവൻ രക്ഷിച്ച ആ മനുഷ്യന് സ്വന്തം ജീവിതത്തെ കുറിച്ച് മനസ്സിലായില്ല. ജീവിതത്തിൽ അല്പം പ്രയാസങ്ങൾ കടന്നു വരുമ്പോഴേക്ക് ജീവിതം അവസാനിപ്പിച്ചു കളയാൻ അയാൾ തീരുമാനിക്കുന്നു. അങ്ങനെ എത്രയെത്ര അനുഭവങ്ങളും എത്രയെത്ര കഥകളും വാർത്തകളും വർത്തമാനങ്ങളും വിഷയങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ശരി, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുരന്തങ്ങളും അട്ടിപ്പറായി നമ്മുടെ പിന്നാലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ഇതെന്റെ റബ്ബെന്നെ പരീക്ഷിക്കുന്നതാണ്. എന്റെ റബ്ബെന്നെ പരീക്ഷിക്കുന്നതാണ്. കുറെ സമ്പത്ത് തന്ന് പരീക്ഷിച്ചില്ലേ? കുറെ ആരോഗ്യം തന്ന് പരീക്ഷിച്ചില്ലേ? നല്ല കുടുംബം തന്ന്, നല്ല അയൽവക്കം തന്ന്, നല്ല കൂട്ടുബന്ധങ്ങൾ തന്ന് നിങ്ങളെ പരീക്ഷിച്ചില്ലേ? അന്ന് ചിലപ്പോൾ നമ്മൾ ഇതൊന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. അന്ന് നമ്മൾ ഇതൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പിന്നെ അതെപ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളെ തിരിച്ചറിയുക? നമ്മുടെ ജീവിതത്തിന് വിഘാതമുണ്ടാക്കുന്ന, നമ്മുടെ മനസ്സമാധാനത്തെ കെടുത്തിക്കളയുന്ന, നമ്മുടെ സന്തോഷത്തെയും സമാധാനത്തെയും ആശ്വാസങ്ങളെയും ഇല്ലാതാക്കി കളയുന്നതിനെയാണ് പരീക്ഷണം എന്ന് നമ്മൾ പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ പരീക്ഷണം എന്ന് പറഞ്ഞല്ല. പരീക്ഷണം എന്ന് പറയുന്നത് എന്താ? അള്ളാഹു സമ്പത്ത് കൊണ്ട് നമ്മളെ പരീക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, മക്കളെ കൊണ്ട് പരീക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ജീവിതത്തിൽ നമുക്കൊരു കുട്ടിയുണ്ടായി, ആ കുട്ടി ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അസുഖബാധിതനാവുകയോ മരണപ്പെട്ടു പോവുകയോ ചെയ്യുമ്പോൾ നമ്മൾ അയാളുടെ തോളിൽ തട്ടിയിട്ട് പറയും, എന്താ പറയാ? അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, ക്ഷമിച്ചേക്കുക എന്ന്. അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, ക്ഷമിച്ചേക്കുക എന്ന് പറയും. എന്നാൽ ഇതേ വർത്തമാനം പറയേണ്ട വേറൊരു മേഖലയുണ്ട്. അത് എവിടെയാണെന്നറിയോ? ഒരാൾക്ക് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ പറയണം, ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ആരെയും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ പ്രതികരണം മാറ്റായിരിക്കും. പക്ഷെ അങ്ങനെ പറയാൻ കഴിയണം. കാരണം എന്താ? ഫിത്ന എന്ന് പറഞ്ഞ പരീക്ഷണം നേരത്തുള്ളൂ. അപ്പൊ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ പറയാം, മോനെ ഇത് നിനക്ക് അള്ളാഹു നൽകിയ പരീക്ഷണം. ഈ കുട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്നിടത്ത് നീ പരാജയപ്പെട്ടാൽ നീ ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഈ കുട്ടിക്ക് സപ്പോർട്ട് ചെയ്യേണ്ടിടത്ത് സപ്പോർട്ട് ചെയ്യാതിരുന്നാൽ, ഈ കുട്ടി നാളെ നിനക്ക് എതിരെ തിരിയുന്ന ഒരു അവസ്ഥയുണ്ടായാൽ അത് നീ ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു പോകുന്നവനാകുന്നു. അതുകൊണ്ട് നന്മകൾ ഉണ്ടാകുമ്പോൾ, സമ്പത്ത് കുന്നുകൂടുമ്പോൾ പരീക്ഷണങ്ങളാണ് എന്ന് ബോധ്യപ്പെടാൻ നമുക്ക് കഴിയാറുള്ളൂ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും ഒന്നായി പടച്ച തമ്പുരാൻ നൽകിയപ്പോൾ പറഞ്ഞ വർത്തമാനം, ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അശ്കുറ മക്ഫുർ. ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്.
ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. എന്തിനു വേണ്ടിയാണ്? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാനാണ്. ഖുർആൻ എന്റെ ജീവിതത്തിൽ എത്ര സമാശ്വാസമേകുന്നുണ്ട്, ഖുർആൻ എന്റെ ജീവിതത്തിൽ എത്ര വസന്തം വിരിയിക്കുന്നുണ്ട് എന്ന് അന്വേഷിക്കുന്നിടത്ത് ഈ പറയുന്ന തർബിയത്തുകളൊക്കെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ മനസ്സമാധാനം ഉണ്ടാവില്ല. ഇതേ വസന്തം എന്ന് പറഞ്ഞ അർത്ഥം, വസന്തം എന്ന് പറയുന്നത് ആരെയും പേടിപ്പെടുത്തുന്നതല്ല, വസന്തം എന്ന് പറയുന്നത് ആരെയും ഭീതിപ്പെടുത്തുന്നതോ ഭീഷണിപ്പെടുത്തുന്നതോ അല്ല. പിന്നെന്തേ? വസന്തം എന്ന് പറയുന്നത് മനസ്സിലേക്ക് കിനിഞ്ഞിറങ്ങുന്ന എന്തോ ഒരു ആശ്വാസത്തിന്റെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ, ആഹ്ലാദത്തിന്റെ എന്തോ ഒന്നാണ് അല്ലേ? എങ്കിൽ അത്തരത്തിലൊന്ന് കിട്ടണമെങ്കിൽ എൻ്റെ ബന്ധങ്ങളെ സംബന്ധിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ബന്ധങ്ങൾ അറുത്തു മാറ്റി, മുറിച്ചു മാറ്റി ഞാൻ ഒറ്റക്ക് നിൽക്കാൻ കഴിവുള്ളവനാണ്. ഇനി ആരെയും ആവശ്യമില്ല, ആരെയും ഒന്ന് മൈൻഡ് ചെയ്യേണ്ടതില്ല എന്ന തലത്തിലേക്ക് പോകുമ്പോൾ അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഒരു വിഷയമുണ്ട്. ബന്ധങ്ങൾ അറ്റുപോകരുത് കേട്ടോ എന്ന്, ബന്ധങ്ങൾ മുറിഞ്ഞു പോകരുത് കേട്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പടച്ച തമ്പുരാൻ അത് നമ്മളോട് പറയുന്നുണ്ട്. അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാഹി വലാ യൻഖുദൂന അൽ-മീസാഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധങ്ങളായി നിങ്ങളോട് നിലനിർത്താൻ പറഞ്ഞത് അത് മാതാപിതാക്കളോടുള്ള ബന്ധങ്ങൾ, മക്കളോടുള്ള ബന്ധങ്ങൾ ഉണ്ടാകും, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ ഉണ്ടാകും, അയൽപക്കത്തോടുണ്ടാകും, അതുപോലെ തന്നെ സ്നേഹജനങ്ങളോടുണ്ടാകും. അങ്ങനെ ഇടപെടുന്ന മേഖലകളിൽ, എൻ്റെ ഓഫീസിൽ, എൻ്റെ കച്ചവട സ്ഥാപനങ്ങളിൽ, ഞാൻ ഇടപെടുന്ന മറ്റു മേഖലകളിൽ, ഞാൻ പുറത്തേക്ക് സൊസൈറ്റിയുമായി സാമൂഹികമായി ഇടപെടുന്ന മേഖലകളിൽ എല്ലാം എനിക്ക് എൻ്റെ ബന്ധങ്ങളെ ഏറ്റവും നന്നായി ഭംഗിയാക്കി കൊണ്ടുപോകാൻ കഴിയണം. പല മീസാഖ്, ആ ബന്ധങ്ങൾ, മീസാഖ് എന്ന് പറയുന്നത് ബലിഷ്ഠമായത് എന്നാണ്. മീസാഖ് എന്ന് പറഞ്ഞാൽ ബലിഷ്ഠമായത് എന്നാണ്. അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ എവിടെ ഒരു വിശ്വാസിക്ക് അള്ളാഹുവിനെ കുറിച്ച് ഉണ്ടാകേണ്ട ഒരു മാറ്റം എന്താണെന്ന് അറിയുമോ? അള്ളാഹുവിനെ കുറിച്ച് ഭയപ്പെടുകയല്ല. ഹൗഫ് എന്നും ഹശിയത്ത് എന്നും രണ്ട് പദങ്ങളുണ്ട്. ഹൗഫ് എന്ന് പറയുന്നത് സാധാരണഗതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹൗഫ് എന്ന് പറയുന്നത് ഉപ്പാനോടുള്ള പേടിയാണ്. ഹശിയത്ത് എന്ന് പറയുന്നത് ഉമ്മാനോട് തോന്നുന്ന പേടി. എന്താ വ്യത്യാസം? വ്യത്യാസം മനസ്സിലായില്ല. ഹൗഫ് എന്ന് പറയുമ്പോൾ നമ്മളെ ഇന്ന് ആ കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല, അപ്പൊ ഉമ്മ പറയും ഉപ്പയ്ക്ക് വരട്ടെ, അതിന്റെ പേര് ഹൗഫ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് ആ ഒരു അർത്ഥത്തിലുള്ള ഭയപ്പാടാണ്. ഹശിയത്ത് എന്ന് പറഞ്ഞാൽ അതല്ല. ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഉമ്മ പറയും മോനോട്, മോൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉമ്മ മിണ്ടൂല. ഉമ്മ മിണ്ടാതിരുന്നാൽ എന്താകും? അതുകൊണ്ട് ആ ഉമ്മയുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന, യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ടാവില്ലെന്ന് ശരിക്കപ്പെടുത്തില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ലോകത്ത് ഒരു അറബിയിൽ ഒരു കവിതയുടെ അറബിയിൽ ഒരു ചൊല്ലുണ്ട്. എന്താ ചൊല്ലെന്നറിയോ? മൻ ഖാഫ ശൈഅൻ ഹറബ മിൻഹു വമൻ ഖാഫ അല്ലാഹ ഹറബ ഇലൈഹി എന്ന്. അപ്പോൾ മനസ്സിലാവും സംഗതി എന്താണ്. മൻ ഖാഫ ശൈഅൻ ഹറബ മിൻഹു, എന്തെങ്കിലും ഒരു വസ്തുവിനെ നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഓടിപ്പോകൂലേ? ഒരു പാമ്പിനെ പേടിയാണ്, അങ്ങോട്ടാണ് പോവുക, ഇങ്ങോട്ടാ പോവുക. ഒരു സിംഹത്തിനെ പേടിയാണ്, അങ്ങോട്ട് പോവോ, ഇങ്ങോട്ടാ പോവുക അല്ലേ? അല്ലെങ്കിൽ വേറെ ഒരാളെ പേടിയാണ്, അങ്ങോട്ട് പോലെ ഇങ്ങോട്ടാ പോവുക. പക്ഷെ മൻ ഖാഫ അല്ലാഹ ഹറബ ഇലൈഹി, അള്ളാഹുവിനെ ഭയപ്പെടുമ്പോൾ അള്ളാഹുവിലേക്ക് അങ്ങോട്ടാ പോലെ. അള്ളാഹുവിനെ ഭയപ്പെടുമ്പോൾ അള്ളാഹുവിലേക്ക് നമ്മൾ അങ്ങോട്ടാ പോവുകയാണ്. ശരിക്കും അതല്ലേ ഇത് സംഗതി എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ ഇഷ്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നീ അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വൽ അമല അല്ലദീ യുബല്ലിഗുനി ഹുബ്ബക അല്ലാഹുമ്മ ജഅൽ ഹുബ്ബക അഹബ്ബ ഇലയ്യ മിൻ നഫ്സി വമാലി വൽ മാഇൽ ബാരിദ. റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നീ അസ്അലുക ഹുബ്ബക എന്ന ഭാഗത്തേക്കല്ല പോകുന്നത്, അതൊന്ന് സൂചിപ്പിച്ചു പോകുന്നതേ ഉള്ളൂ. അല്ലാഹുമ്മ ഇന്നീ അസ്അലുക ഹുബ്ബക, അല്ലാഹുവേ നിന്റെ ഇഷ്ടത്തെ ഞാൻ ചോദിക്കുന്നു. വഹുബ്ബ മൻ യുഹിബ്ബുക, നിന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഇഷ്ടത്തെ. നിന്നെ ഇഷ്ടപ്പെടുന്നവർ പ്രവാചകന്മാർ, സിദ്ദീഖീങ്ങൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ. നിന്റെ ഇഷ്ടക്കാരായ ആളുകൾ, അവരുടെ ഇഷ്ടവും ഞാൻ ചോദിക്കുന്നു. വഹുബ്ബ മൻ യുഹിബ്ബുക വൽ അമല അല്ലദീ യുബല്ലിഗുനി ഹുബ്ബക, നിന്നിലേക്ക് എത്തുന്ന അമലുകൾ, നിന്റെ ഇഷ്ടത്തിലേക്ക് എത്തുന്ന അമലുകളെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ എന്ന്. നിന്റെ ഇഷ്ടത്തിലേക്ക് എത്തുന്ന അമലുകളെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. അപ്പൊ പടച്ചതമ്പുരാൻ ഇഷ്ടപ്പെട്ട അമലുകൾ ഉണ്ടാകണം. അതായി പറഞ്ഞതിനർത്ഥം ഇത് അതൊക്കെയാണ് അള്ളാഹു വചനത്തിൽ കൊണ്ടുപോകും. നമ്മൾ പടച്ചവനെ കേൾക്കുമ്പോൾ പേടിപ്പെടുന്ന സംഗതിയല്ല. മഗ്ഫിറത്തും വരിദ്വാൻ, അള്ളാഹുവിനുള്ള മഗ്ഫിറത്തും അള്ളാഹുവിന്റെ റിദ്വാനും ഉണ്ടാകും. ശരി, എന്നിട്ട് ഖുർആനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അള്ളാഹുവിന്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ അവരിലേക്ക് ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ സാദത്തുഹും ഈമാൻ, അവർക്ക് ഈമാൻ ഇങ്ങനെ പതഞ്ഞു പതഞ്ഞു പോകും. അവർക്ക് ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അപ്പോൾ അവർ റബ്ബിലേക്ക് തവക്കുൽ ചെയ്യാൻ, അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കുവാൻ കഴിയുന്നവരായി അവർ മാറിക്കൊണ്ടിരിക്കും. ശരി, നിങ്ങൾ ആലോചിച്ച് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ട, ഒരു വിശ്വാസിയിൽ ഉണ്ടാകേണ്ട, ഒരു മനുഷ്യനിൽ ഉണ്ടാകേണ്ട മാറ്റത്തെ കുറിച്ചാണ്. ഏതെങ്കിലും ഖുർആൻ ക്ലാസ്സുകളിൽ ഒന്ന് കൂടിയിരിക്കാൻ, ചർച്ച ചെയ്യുവാനും, കാര്യങ്ങൾ മനസ്സിലാക്കാനും, ബോധ്യപ്പെടുവാനും ഇത് പടച്ചതമ്പുരാൻ നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹൃദയത്തിന് ഒരു ശമന ഔഷധമായി, ശിഫാഉൻ ലിമാ ഫി സുദൂർ, ഹൃദയത്തിന്റെ ഒരു ശമന ഔഷധമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതാണ്. വല്ലാതെ സങ്കടപ്പെടുമ്പോൾ ഒറ്റയ്ക്ക് എന്നിട്ട് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളോട് സഞ്ചരിച്ചു നോക്കും.
വല്ലാത്തൊരു സമാധാനം കിട്ടും. അർത്ഥമറിഞ്ഞാലില്ലെങ്കിലും. പക്ഷേ അർത്ഥമറിയുന്ന തലത്തിലേക്ക് നമ്മൾ വരണം. പഠിക്കാനൊക്കെ എളുപ്പമാണ്. നമ്മൾ വിചാരിക്കും കുറേ പ്രായമായി വയസ്സ് എന്തേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ബുദ്ധിമറി വെച്ച് പോയിട്ടില്ല. 70-ാം വയസ്സിലോ 68-ാം വയസ്സിൽ പുതിയ ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കും, നല്ല ബുദ്ധിയുണ്ട്. പക്ഷേ എൻ്റെ ഹിദായത്തിനെ കുറിച്ച്, എൻ്റെ ഖുർആനെ കുറിച്ച്, എന്നിലേക്ക് എൻ്റെ റബ്ബ് അവതരിപ്പിച്ചതായ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പറയും എനിക്ക് ബുദ്ധിയില്ല, ഇപ്പം എനിക്കൊന്നും പഠിക്കാൻ കഴിയില്ല, എനിക്കൊന്നും അറിയാൻ കഴിയില്ല. ബാക്കിയുള്ളവർക്ക് അറിയാൻ കഴിയുന്നു. മക്കൾക്ക് കല്യാണ പ്രായമാകുമ്പോൾ ആര് വേണം, എങ്ങനെ വേണം, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം, എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടാവണം, എങ്ങനെയുള്ള മക്കളാവണം എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു വീടെടുക്കുമ്പോൾ അതുപോലെ പ്രായം ചെന്ന് നിൽക്കുന്ന സമയത്ത് മക്കൾ ഉപ്പാട് വന്നിട്ട് പറയും പുതിയ വീടെടുക്കണം, എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത്, അഭിപ്രായം പറയുമ്പോൾ കൃത്യമായി ഇരുന്ന് നല്ല വ്യൂ പോയിന്റുകൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ ഖുർആനിലേക്ക് എത്തുമ്പോൾ, ദീനിലേക്ക് എത്തുമ്പോൾ നമ്മൾ എവിടെയോ ഒന്ന് അമാന്തിച്ചു പോകുന്നു. കുറ്റപ്പെടുത്തിയതല്ല, നമ്മളെക്കുറിച്ചൊന്ന് വിചാരണ ചെയ്യാൻ, നമ്മളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാൻ വേണ്ടി ചെറിയ ചെറിയ ചില സൂചനകൾ മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താണോ നമ്മുടെ ഈ ഒരു ക്യാമ്പയിൻ കൊണ്ട്